ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പിടിച്ച് നിർത്തിക്കോളാം. വാ. എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഓടും ഓടും ഓടും. देखो बेटी देखो देखो बेटी देखो. എന്താ ചെയ്ത്? നിന്റെ ഷാദി നടത്താനാ ഞാൻ വന്നത്, മനസ്സിലായില്ലേ? ഷാദി എന്ന് വെച്ചാ തിരുമണം, ഷാദി കാ കപ്പട. റിഹേഴ്സൽ കഴിഞ്ഞാ കല്യാണം, കല്യാണം കഴിഞ്ഞാ നാടകം, പിന്നെ റിഹേഴ്സൽ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്ക് എന്താ പറ്റി? കല്യാണം കഴിഞ്ഞ റിഹേഴ്സൽ, അതിനു മുമ്പ് റിഹേഴ്സൽ വെച്ചാൽ ശരിയാവില്ല. എന്നെ ഗർഭിണിയാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാണല്ലേ? പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം, പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണം എന്തെങ്കിലും. എന്റെ വയറ്റിലെ കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രസ്റ്റേജ്. എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓടാൻ പോവാ. അതെല്ലാം പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെ ഡൈങ്ങിന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? എല്ലാം പച്ചക്കള്ളം. ഞാൻ ബോംബെ കണ്ടിട്ട് പോലുമില്ല. നീ ബോംബെ കണ്ടിട്ടില്ല? എനിക്ക് പോയി കണ്ടിട്ട് വേണം, തെണ്ടി തയ്യക്കാരാ. എന്താണ് വെളിച്ചപ്പെടാൻ ചവിട്ട് വെച്ചെന്നാണല്ലോ അവൻ ഡയലോഗ് തെറ്റിച്ചിട്ടില്ല. ഈശോയെ ബോധം പോയാ? അവന് ബോധം പണ്ടേ ഇല്ല, അത് കാര്യം വെക്കണ്ട, വിട്ടേക്ക്. ആരും പോകരുത്, നാടകം ഇപ്പൊ പുനരാരംഭിക്കും. എന്ത് പണിയാണ്? അതൊന്നും പേരെ പ്രശ്നം, അത് വേറെ കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്, നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? പണിക്കരെ നിങ്ങൾ കാണിച്ചൊട്ട് ശരിയായില്ല. അത് പറയാൻ നീ ആരടി അസത്തെ? ഇങ്ങോട്ട് വാടി, നീ അങ്ങനെ തല്ലി. അച്ഛന് വേനെടുത്താ കരയണ്ട. കല്യാണം കഴിഞ്ഞ എന്ത് ചെയ്യണം? സദ്യ ഉണ്ണും, അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങും. കളഞ്ഞ് കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? വാലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കുറ്റിട്ടിട്ട് പാന്റ് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കണ്ട, പാന്റ് മുഴുവൻ അഴിച്ചഴിച്ച മുഴുവൻ അഴിച്ചോ. പാന്റ് കഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ പോയി മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങും. ഹായ് ഗോപി. അത് കൊള്ളാം. നിർത്തിയിരിക്കണ, എന്നാലല്ലേ ശ്വാസം വിടാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർമാനൊക്കെ സമ്മതിക്കണം.
അവനെ തല്ലരുത്, അവനെ തല്ലരുത്, എന്നെ തല്ലരുത്. ആനയെ സൂചി കൊണ്ട് ഒതുക്കിയവനാണ് കയ്യക്കാരൻ, പിന്നെയാണ് നീയൊക്കെ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നീ സമാധാനായിട്ടിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. There is no intracranial hematoma, no space occupying lesion. ഡോക്ടറെ, ഉണ്ണി Don't worry, പേടിക്കാൻ ഒന്നുമില്ല. He'll be all right. ഉടനെ റൂമിലേക്ക് കൊണ്ടുവരും, അപ്പൊ കയറി കണ്ടോളൂ. ഈശ്വരൻ കാത്തു. ഉണ്ണി, ഇവരെയൊക്കെ മനസ്സിലായോ? അച്ഛൻ, അമ്മ, ദേ അമ്മു. എന്താ എന്റെ മോന് പറ്റിയത്? എല്ലാവരും ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഒന്നിറങ്ങിയത്. എന്താ നിനക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അവര് എവിടെയോ ഒരു ഓർമ്മ പോലെ, പക്ഷേ അവരൊന്നും എന്റെ ആരുമല്ല. ഉണ്ണി, നീ എന്തായി പറയുന്നത്? ഉണ്ണിയോ? എന്റെ പേര് ഉണ്ണി എന്നല്ല, വിഷ്ണു. എന്റെ വീട് ബാംഗ്ലൂരാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവന് നല്ല മാറ്റമുണ്ട്, കണ്ടില്ലേ? എന്നാലും അവൻ നമ്മളോടൊന്നും മിണ്ടിയില്ലല്ലോ. ശരിയായിക്കോളും. എന്തോ നല്ലൊരു ലക്ഷണം കാണുന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല, ആരോ മനഃപൂർവ്വം ചെയ്തതാ നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ. എന്റെ കർത്താവേ, ഇതൊക്കെ ഞാൻ അവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഇതറിഞ്ഞ അമാഷി ചങ്കുപൊട്ടി ചത്തുപോകും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ ഒരു പെൺകുട്ടിയുണ്ട്. ഇതൊക്കെ അറിഞ്ഞ ആത്മഹത്യയോ കുട്ടി? വിഷ്ണു, ഒരു ഗ്രാമം മുഴുവൻ നിന്നെ സ്നേഹിച്ച കഥ നീ അറിയണം. ഇലയുടെ വലിപ്പം ഒരല്പം കുറഞ്ഞോ കുഞ്ഞുരച്ചേട്ടാ? 4 കൂടെ വലിച്ചു കയറ്റ്, അപ്പൊ ഇലയുടെ നീളെ കൂടുവന്റെ പാപ്പാനെ. സത്യം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ,